നല്ല വെറുപ്പിക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണ്? ജാസ്മിൻ പെരുമാറ്റം ശരിയല്ല, വർത്തമാനമൊക്കെ. ജാസ്മിൻ എല്ലാം മൊത്തത്തിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ജാസ്മിൻ ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റന്റ് ജാസ്മിന് നല്ല വെറുപ്പിക്കലാണ്. ജാസ്മിൻ ആൻഡ് ഗബ്രി ഇങ്ങനെ ഡിപ്പെൻഡ് രണ്ടുപേരും അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചാൽ അവര് അടിപൊളിയാണ്. എന്നാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരി ഭേദമായിട്ട് തോന്നുന്നുണ്ട്. മെന്റലി ഭയങ്കര വീക്കായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. നല്ല ക്യാമറ ചിലർ പറയുന്നുണ്ട്. അത്ര തോന്നുന്നില്ല. ഇഷ്ടമില്ലാത്തത് ഗബ്രി ആൻഡ് ജാസ്മിൻ. അടിപൊളിയല്ലേ? വെറുപ്പിക്കുന്ന കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ ഗബ്രി എന്താ കാര്യം? ഭയങ്കര വെറുപ്പിക്കില്ല. ആൾക്കാർ മുഴുവൻ വെറുപ്പിക്കണം. അവര് നല്ല ഗെയിം ഒന്നും കളിക്കുന്നില്ലേ? ജാസ്മിൻ കളിക്കും, ഗബ്രി അവരുടെ നോക്കിയിട്ട് കളിക്കും. നല്ല വെറുപ്പിക്കുന്ന കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിനി അവരുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ ഗബ്രിയുമായിട്ടുള്ള റിലേഷനും അത് പോരാ. നന്ദന എല്ലാവരും പറയും ഞങ്ങളുടെ കളിക്കണ സ്ഥലത്ത് ചേട്ടന്മാര് ഒരു അഭിപ്രായമാണ് ജാസ്മിന്റെ ഒരു ഇത് കേട്ടെ. പക്ഷെ എന്നാലും മോഹൻലാൽ അത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തായിരുന്നു ഒന്നുകൂടി. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി ക്ലാരിഫൈ ആയുണ്ട്. ജാസ്മിൻ ഭയങ്കര അലമ്പായിരിക്കും. അഭിനയം, ആക്ടിങ്, ഓവർ ആക്ടിങ്. കുറച്ചുപേര് പറയുന്നുണ്ട് പുള്ളിക്ക് നല്ല ഗെയിമർ ആണെന്നൊക്കെ. ശോകമായി, എനിക്ക് താല്പര്യമില്ല. ഏത് കണ്ടസ്റ്റന്റ് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഋഷി. അവനെ പൊതുവെ ഇഷ്ടം. ഉപ്പുമുളക് കണ്ട് ഇഷ്ടം. ബിഗ് ബോസിനകത്ത് എങ്ങനെയുണ്ട് പുള്ളി? കുഴപ്പമില്ല, ആക്റ്റീവ്. ആരെയും ഇഷ്ടം? ജാസ്മിൻ എന്താ കാര്യം? പൊട്ടിത്തെറിയല്ലേ? റോക്കി പൊളിച്ചു. പക്ഷെ അതിലേറ്റവും വെറുപ്പായിട്ട് തോന്നിയത് ആ ജാസ്മിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ കൊച്ചാണ്. റോക്കിന് ഭയങ്കര ഇഷ്ടമായി. അത് ഇഷ്ടപ്പെടാൻ കാരണം ഓൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയതുകൊണ്ടും അതിലെ നല്ലൊരു എന്നാലും ഉള്ളതില് ആരെയാണ് ഏറ്റവും ഇഷ്ടം? സിനിമാ നടി അൻസിബയില്ലേ? അൻസിബ. എന്താ കാര്യം പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാൻ? ഒന്നുമില്ല, കുറേ ഫിലിം ഫെമിലിയർ ആണല്ലോ. എന്നാലും ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ആരാണ് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്നത്? സിബിന് പുതിയ വന്ന് പുള്ളിയാണ്. ഓളം വന്നു മൊത്തത്തിൽ. ഇഷ്ടപ്പെട്ടത് അഭിഷേക് LGBTക്കെതിരെ പറയുന്നത്. എതിരെ പറയുന്നതാണ് ഇഷ്ടം. ഉള്ളതിൽ ഇപ്പം കുറച്ച് കുഴപ്പമില്ല. സിബിൻ കുഴപ്പമില്ല. അപ്സരയും കൂടെ. അപ്സര കുഴപ്പമില്ല. സിബിൻ എല്ലാ കാര്യം തുറന്ന് പറയുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈലന്റ് ആണ്, അവളുടെ ആറ്റിറ്റ്യൂഡാ കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ഗെയിമർ ഒന്നുമില്ല. സിബിൻ കൊള്ളാം. അവന്റെ ഗെയിം സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജിയാണ്. അത്യാവശ്യം ഇപ്പൊ സിബിനെ ഇഷ്ടം. വയലുകാട് എന്താ കാര്യം? പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ എല്ലാം സൂപ്പറാ. ഇടയ്ക്കൊക്കെ പുള്ളിയുടെ കയ്യിൽ പോകുന്നുണ്ടോ? ഇടയ്ക്ക് ചിലപ്പോ. എനിക്കിഷ്ടം ജിൻഡോനെ. സിബിൻ നല്ലതാണ്. ഈ സീസണിൽ ആരെയായിരുന്നു ഇഷ്ടം? സിജോ. അപ്പൊ ഈ റീൽസിലൊക്കെ കാണാറുണ്ട് ഇവര് മറ്റേ ലവ് സ്ട്രാറ്റജി അങ്ങനത്തെ പരിപാടിയൊക്കെ. അവര് ലവ് സ്ട്രാറ്റജി എല്ലാം തോന്നുന്നു. അവര് വെറുതെ ആക്ടിങ് ആണെന്ന് തോന്നുന്നു. ജെന്യുവനായിട്ട് തോന്നുന്നില്ല. ഇല്ല, ഇത് വേറെ രീതിയിലാ പോകുന്നത്. അതെ, അവര് വിചാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ആവുന്നില്ല. ഇനി അവര് മാറ്റി പിടിച്ച അവർക്ക് ഹേറ്റേഴ്സ് കുറയാൻ സാധ്യത. ജാസ്മിൻ ഒറ്റയ്ക്ക് വെച്ചാൽ അടിപൊളിയാണ്. അതങ്ങനെ ഇഷ്ടാവണില്ല. അത് ഇപ്പൊ എന്തോ കേട്ടിട്ട് ആദ്യം ഒരു ഓർപ്പയും എന്തോ സെറ്റാക്കിയിട്ട് പിന്നെ അത് പോയി. ഇപ്പൊ അതാ ഗബ്രി ഞാൻ കാണാറൊന്നുമില്ല. പക്ഷെ ഈ ഇങ്ങനെ വിവാദമാകുമ്പോ ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കാറ് ട്രോളറ്. അപ്പൊ അതിങ്ങനെ നോക്കും സംഭവം എന്താണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ലോസ്റ്റ് തോന്നുന്നു. അത് വെറുതെ കാട്ടിക്കൂട്ടിലായി തോന്നുന്നു. ഒരു ഭയങ്കര ഓവറാണ്. ഒന്നാമത് കല്യാണം ഉറപ്പിച്ചാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഓവറാണ്. ഈ അർജുൻ ശ്രീതു കോംബോ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അവരുടെ കൂടുതൽ കണ്ടന്റ്സ് വന്നാൽ കൊള്ളാന്നുണ്ട്. ജെന്യുവനായിട്ട് തോന്നുന്നുണ്ടോ? ഈ അർജുൻ ശ്രീതു കോംബോ ഇഷ്ടമാണ്. ജെന്യുവൻ ആയിട്ട് തോന്നുന്നു. അവരെ വെച്ച് നോക്കുമ്പോ ഈ അർജുൻ ശ്രീതു അവരുടെ കുറെ കണ്ടന്റ്സ് ഇല്ലേ, അതിൽ ആരും ഇഷ്ടം? ശ്രീതുല അവരുടെ ഇഷ്ടം.